അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് എല്ലാവരുടെയും വിശേഷം? അള്ളാഹു ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ. അപ്പോൾ നമ്മുടെ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട്. റസ വ്ളോഗ്സിലേക്ക് സ്വാഗതം. മുമ്പൊരിക്കലേ ഞാൻ ഈ അമ്മായിയമ്മ മരുമകൾ ബന്ധത്തെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. 1-2 വീഡിയോസ് നമ്മൾ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിൽ ഒരു ഉമ്മയുടെ കമൻറ്റ് ഇങ്ങനെയാണ്: ഉസ്താദെ, ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ മരുമക്കളോട് അസൂയൊന്നുമില്ല. ഉസ്താദ് വെറുതെ പറയണതാണ്. ഞങ്ങൾക്കങ്ങനെ അസൂയൊന്നുമില്ല, എന്നാലും ജീവിതത്തിൽ വെറുതെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നാണ്. അപ്പോൾ ചില അമ്മായിയമ്മമാർക്ക് അസൂയ ഉണ്ട്, അത് ഒരു യാഥാർത്ഥ്യമാണ്. അതായത് ഇഷ്ടക്കേടും ഒരു അസൂയയും രണ്ടും തമ്മിൽ ഒരു കലർന്ന കൂടിച്ചേർന്ന ഒരു തരം അവസ്ഥ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് സഹോദരിമാർ കമൻറ്റ് ചെയ്തതും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ പഠനം നടത്തിയതൊക്കെ വെച്ചിട്ട് ചില കാര്യങ്ങൾ, 7 കാര്യങ്ങൾ. അപ്പോൾ അമ്മായിയമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉമ്മമാർ ഈ ഒരു 7 കാര്യത്തിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളിലുണ്ടെങ്കിൽ ഇച്ചിരിയൊക്കെ അസൂയ നിങ്ങൾക്കുണ്ട് മക്കളോട്, മരുമക്കളോട് അല്ലേ, ആ അസൂയ മാറ്റി വെച്ചിട്ട് സ്വന്തം മകളായി, മരുമകൾ ഉമ്മാനെ സ്വന്തം ഉമ്മയായി, അമ്മായിയമ്മയായിട്ടല്ല, സ്വന്തം ഉമ്മയും മോളുമായിട്ട് പരസ്പരം ഒന്ന് ഹാപ്പിയായിട്ട് ജീവിച്ചു നോക്കിയേ, എന്ത് രസമായിരിക്കും ആ ലൈഫ് എന്നറിയോ. ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഈ ഉരുകുന്നൊരു മനുഷ്യനുണ്ട്. അതാരാ? നിങ്ങളുടെ മോനാ, ആ മരുമോളെ നിൻ്റെ കെട്ടിയോനാ. ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഉരുകണം മനുഷ്യൻ. അതായത് ഉമ്മാനെ തൃപ്തിപ്പെടുത്തു, അതേപോലെ കെട്ടിയോളെ തൃപ്തിപ്പെടുത്തു. ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഉരുകിത്തീരുന്ന ആ മനുഷ്യരുടെ മനസ്സ് നിങ്ങൾ വല്ലതൊന്നും അറിയുന്നുണ്ടോ? ചിന്തിച്ച് നോക്കി ഇല്ലേ? അവൾ പറഞ്ഞത് കേൾക്കണോ അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞത് കേൾക്കണോ? ഇതിൻ്റെ ഇടയിൽ കിടന്നിങ്ങനെ അല്ലേ, 2 വഞ്ചിയിൽ കാല് കുത്തിയ അവസ്ഥയാണ്. ഒരു വഞ്ചി അങ്ങോട്ടും ഒരു വഞ്ചി ഇങ്ങോട്ടും. ഇവൻ്റെ ആണെങ്കിലോ കാലിങ്ങനെ കീറി അങ്ങ് പോകും. യാ അല്ലാഹ്, നിങ്ങൾ ചിന്തിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കാണുങ്ങൾക്ക് സുഖമാണെന്ന്. വെറുതെയാണ്. ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് പല ആളുകളും. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ലൈഫ് നൽകട്ടെ. അപ്പോൾ ഉമ്മമാരോടാട്ടെന്ന്, മരുമക്കളോട് വേറെ എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നു. ഉമ്മമാരോട് മാത്രമാണ് 7 കാര്യങ്ങൾ. ഉമ്മമാർക്ക് അസൂയ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കരുത്. ഇതൊരു സൈക്കോളജിക്കൽ മാറ്ററാണ്. നമ്മൾ വ്യത്യസ്തമായ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ ചില കാര്യങ്ങളാണ്. എല്ലാവരുടെയും ലൈഫിൽ ഇതൊക്കെ ഉണ്ടാവും. അതുണ്ടെങ്കിൽ മാറ്റി വെക്കണം. എല്ലാവരുടെയും എന്നല്ല, ചില ആളുകളുടെ, ഭൂരിപക്ഷം ആളുകളുടെ ലൈഫിൽ ഉണ്ടാകുമെന്ന് ഒരു പഠനത്തിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തേത്, മരുമകളുടെ ജീവിതത്തിൽ വല്ല സന്തോഷം ഉണ്ടെങ്കിൽ ഉമ്മമാരെ നിങ്ങൾക്ക് ചിരി വരില്ല, ഗൗരവമായിരിക്കും. മരുമകൾ വല്ല വിഷമത്തിലും പെട്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അസൂയുള്ള അമ്മായിയമ്മയാണ്. അതായത് ഇപ്പോൾ മരുമകളുടെ ഒരു ബർത്ത്ഡേ ദിവസം വന്നു. അപ്പോൾ അവളുടെ കെട്ടിയവൻ എന്ത് ചെയ്തു? അതായത് നിങ്ങളുടെ മോൻ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തു. ഉമ്മയുടെ മുഖം, ഓ ബർത്ത്ഡേ, ഇവിടെ ഉമ്മ 19 കൊല്ലമായി, ഉമ്മക്കൊരു ഗിഫ്റ്റ് അവൻ മേടിച്ചു തന്നിട്ടില്ല. അല്ലെങ്കിൽ ബർത്ത്ഡേ ഒക്കെ അയ്യയ്യേ എന്ത് മോശമാണത്. അല്ലെങ്കിൽ മരുമക്കൊരു ജോലി കിട്ടി, ഇനിയിപ്പോൾ ജോലി അവൾ കൊണ്ടുവന്നിട്ട് വേണം അങ്ങോട്ട് ഒരു ജാതി ഒരു അത് നിങ്ങൾക്ക് ഈ ജോലിയോടെ തീർപ്പുണ്ടായിട്ടല്ല. അതായത് അവൾ ജോലിക്ക് പോണതിൻ്റെ ഒരു പ്രയാസമല്ലേ, ആ പ്രയാസമാണ്. അവരുടെ ചിലപ്പോൾ സാമ്പത്തികമായ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അവർ പോണത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഹലാലായ കാര്യങ്ങൾക്കായിരിക്കാം. എന്നാലും ഈ കുശുമ്പാൻ. ഇനി കെട്ടിയോൻ, അതായത് നിങ്ങളുടെ മകൻ മരുമോൾ എന്തെങ്കിലുമൊക്കെ വഴക്ക് പറയുമ്പോൾ, ദേഷ്യപ്പെടുമ്പോൾ ഇങ്ങനെ ചുട്ടത്തൊരു ചിരി വരില്ലേ, അപ്പോൾ അത് തന്നെ വേണം, കുറച്ചും കൂടെ ഒക്കെ കിട്ടേണ്ടതാണ് അല്ലേ. ഇങ്ങനൊരു തോന്നൽ വരുന്നുണ്ടോ? നിങ്ങൾ നല്ല കുശുമ്പിയായ അമ്മായിയമ്മയാണ്. അസൂയുണ്ട്, ആ അസൂയ മാറ്റി വെക്കണം കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ, അസൂയ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കണം. ഓക്കെ. രണ്ടാമത്തേത് ഈ സ്വഭാവം ഉണ്ട്. അതായത് എപ്പോഴും മരുമോള് വീട്ടിൽ തന്നെ നിൽക്കണം, അവക്കടെ വീട്ടിൽ പോകാൻ പാടില്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. എപ്പോഴും അവൾ എവിടെ നിൽക്കണം? ഉമ്മ ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് വരട്ടെ. പിന്നെ കഴിഞ്ഞ മാസം നീ പോയിട്ട് വന്നു, എവിടെ കണക്കടി, പിന്നെ ഇവിടുത്തെ പണിയൊക്കെ ആയി നോക്കും. അപ്പോൾ ഉമ്മ ഒന്ന് വീട്ടിൽ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അല്ലോ എനിക്ക് മോളെ അത് ഈ ഒരു വേദന സഹിക്കാൻ പറ്റണില്ല, എൻ്റെ കാല് കുളത്തി പിടിച്ചിട്ട് മോനെ, വാപ്പാക്കും അവനും ആരോ വെച്ചുണ്ടാക്കി കൊടുക്കണം. ഉമ്മാക്ക് പറ്റൂല കേട്ടോ, ഉമ്മ കിളങ്ങിയാറില്ല. മോള് വേണമെങ്കിൽ പോയിക്കോ, വീട്ടിൽ പോയിക്കോ. അതോ ഉമ്മാക്ക് പറ്റണില്ല, മോള് പോയിക്കോ കേട്ടോ, മോള് പോയിക്കോ. ഇതിനെന്താ മനസ്സിലാക്കേണ്ടത്? അവൾ പിന്നെ പോവോ? അതായത് ഈ സ്വന്തം വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞൊരു സന്തോഷമാണ്, വല്ലപ്പോഴേക്കേ പോവുള്ളൂ. അവളുടെ ഉമ്മാനെയും വാപ്പാനെയൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമായിരിക്കും. നിങ്ങളൊക്കെ അത് അനുഭവിച്ചിട്ടില്ലേ ഉമ്മമാരെ? ഈ കുശുമ്പൊക്കെ മാറ്റിവെക്കണ്ടേ? ഇനി രസകരമായ കാര്യം എന്ന് വെച്ചാൽ, ഈ ഉമ്മയുടെ മോളുണ്ടാവും, ഈ ഉമ്മാക്ക് മോളുണ്ടാവും. ചിലപ്പോൾ ആ മോള് വല്ലപ്പോഴും ഒന്ന് വീട്ടിൽ വന്നില്ലെങ്കിൽ അവിടെ ഒരു അമ്മായിയമ്മ വീട്ടിലേക്കും വിടൂല. എന്തൊരു തള്ളയാണ് അമ്മായിയമ്മ പോലും എടുക്കണം. അയ്യേ എന്തൊരു മോശം. ഒന്നിടക്കൊക്കെ വന്ന് നിന്നൂടെ. ഇടയ്ക്ക് മോളെ വിളിച്ചുകൊണ്ട്, മോളെന്താടി വീട്ടിലേക്ക് വരാത്ത, ഇടയ്ക്ക് ഉമ്മക്ക് കാണാൻ കൊതിയാമെന്ന്. അതുപോലെ ഈ മരുമോക്കൊരു ഉമ്മ എവിടെയുണ്ട്? അവളുടെ വീട്ടിലുണ്ട്. ഇടയ്ക്കൊന്ന് അങ്ങോട്ടും വിടണം. നിങ്ങൾ ചെയ്യണതേ നിങ്ങൾക്കും കിട്ടുള്ളൂ. പറഞ്ഞ മനസ്സിലാവണ്ട. അപ്പോൾ കുശുമ്പില്ല എന്ന് പറയരുത്. ഈ സ്വഭാവം ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ്, മാറ്റിക്കളയാം. ഓക്കെ. മൂന്നാമത്തേത്, ചില അമ്മായിമാരുണ്ട് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ്
മരുമോള് പറയുന്നു, ഉമ്മ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവളെന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും പയ്യെ അങ്ങോട്ട് സ്കൂട്ടാവും, പിന്നെ ആൾ വരില്ല ആ ഭാഗത്തേക്ക്. അവൾ പോയി എന്ന് കാണുമ്പോൾ വേഗം അടുക്കളയിൽ കയറിയിട്ട് പണിയാൻ തുടങ്ങും. അതായത് ഒരു ചേർച്ചയില്ലായ്മയുണ്ട് എന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കുറേ കോപ്രായങ്ങളാണ്. അത് മാറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെയുണ്ടെങ്കിൽ അസൂയുണ്ട് എന്നുള്ളതാണ്. നാലാമത്തേത് ഒരു വല്ലാത്ത വിഷയമാണ്. പല ആളുകളും സങ്കടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഭാര്യയും ഭർത്താവും അതായത് മോനും മരുമോളും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടിട്ട് ഉമ്മാക്ക് പറ്റണില്ല. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അതിൻ്റെ ഇടയിൽ സംസാരിച്ച് ആ രണ്ടുപേരെ ഒന്ന് മാറ്റിയിരുത്തിയാലും ഉമ്മാക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അതായത് കാര്യമുള്ള കാര്യമാണ്, അതിൻ്റെ ഇടയിലൊന്നും മിണ്ടാൻ പാടില്ല എന്നല്ല. ഇപ്പോൾ ഉമ്മാക്ക് ഒരു അത്യാവശ്യം പറയാനാണെങ്കിൽ കുഴപ്പമില്ല, ഇതൊരു അത്യാവശ്യം ഉണ്ടാവില്ല, അവിടെ പറയേണ്ട കാര്യമല്ല. എന്നാൽ ഇവർ രണ്ടും ഇങ്ങനെ വർത്താനം പറയാനായിട്ട് ഒരു ഇരിക്കപ്പുറതി ഇല്ലാണ്ട് അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ട്, എടാ നീ മറ്റേ കറണ്ട് ബില്ല് അടച്ചായിരുന്നാ? അപ്പം ചോദിക്കണ്ട, ഇല്ല പിന്നെ ചോദിച്ചാലും മതി. എന്നാലും അല്ലേ വെറുതെ എങ്ങനെ അങ്ങോട്ട് അപ്പോൾ കറണ്ട് ബില്ല് അടച്ചിട്ടില്ല, ഇനി ഫൈനൊക്കെ കൂടും, പ്രശ്നമാവും, നീ അപ്പോൾ മൊബൈലിൽ നോക്കിയിട്ട് ഫൈൻ ഇതങ്ങ് അടച്ചാടാ, വേഗം ഇപ്പം തന്നെ നടക്ക് ഉണ്ട് ഉണ്ടോ. അപ്പോൾ അവളും പയ്യങ്ങളെ ഇടിച്ചു പോകണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കുറേ അമ്മായിമാരുണ്ട്. ഇനി ഇതൊന്നും അല്ല, വേറെ ചില സങ്കടം പറഞ്ഞിട്ടുണ്ട്. അതായത് ഭാര്യയും ഭർത്താവും മകനും മരുമകളും ഒരുമിച്ചിരിക്കണ കണ്ടു കഴിഞ്ഞാൽ ഉമ്മക്ക് സഹിക്കൂലാന്ന്. ഞാനിത് കേട്ടിട്ട് ഞെട്ടിപ്പോയി, ഇങ്ങനെ ഉമ്മമാരുണ്ടാവോ? ഞങ്ങളൊന്നും ഇങ്ങനെ നിങ്ങളിരുന്നിട്ടില്ല, നിങ്ങൾ ഏത് കാലത്ത് നിങ്ങളിപ്പോൾ കുയിലോട്ട് കാലം നീട്ടിയിരിക്കുകയാണ്. ഞാൻ സങ്കടം കൊണ്ട് പറയാണ് അല്ലേ. അതിൻ്റെ ഇടയിൽ ഒരാൾ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇവർ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുകയാണ്, എന്നാലും മക്കളെയും മരുമക്കളെയും സന്തോഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കൂല എന്നാണ്. അങ്ങനെ ആകാൻ പാടില്ല. ഉമ്മമാരങ്ങൾ പാവങ്ങളാണ്. ഈ ഒരു ഇച്ചിരി കുശുമ്പൊക്കെ മാറ്റി വെച്ച് നല്ല അടിപൊളിയായിട്ട് ലൈഫ് ആസ്വദിച്ചൂടെ? ഇന്നത്തെ ന്യൂജൻ പിള്ളേരോട് ഇതൊക്കെ കാണിച്ചിട്ട് എന്ത് കിട്ടാനാ? ലാസ്റ്റ് അവരും തിരിച്ച് ഇങ്ങനെ കാണിക്കും, ലാസ്റ്റ് വലിയ പ്രശ്നവും. ഇതിൻ്റെ ഇടയിൽ നീറുന്നത് നിങ്ങളുടെ മകനാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പം ലൈഫ് അടിപൊളിയാക്കുന്നേ. അതായത് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരിക്കുമ്പോൾ ഉമ്മാക്ക് സഹിക്കണില്ല. എന്നാൽ രസകരമായ എന്താ, ഇവരുടെ മകളും മരുമോനും ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ, അല്ലോ എൻ്റെ മക്കളിരിക്കണുണ്ടോടിയേ, എൻ്റെ രസം കാണാനായിട്ട്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ മക്കളെ അല്ലേ. എന്നാൽ ഇപ്പുറത്ത് മോനും മരുമോനും ഒരിക്കലും അടുക്കളയിൽ എത്രയും പണിയിട്ടായിട്ട് കൊഞ്ചിക്കോഴിയാൻ വന്നേക്കാണ്. ഞാനും എൻ്റെ കെട്ടിയവനും ഇങ്ങനെ ഇരുന്നിട്ടില്ല, നിങ്ങളിരുന്നിട്ടില്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം പോയി ഇരുന്നൂടെ? അതിന് ഇവരോട് കുശുമ്പ് കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഈ സ്വഭാവം ഉണ്ടെങ്കിൽ മാറ്റി വെക്കണം കേട്ടോ. മക്കൾ ലൈഫ് ആസ്വദിക്കട്ടെ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ മക്കൾ തന്നെ നോക്കണ്ടേ? ഈ മക്കൾ തന്നെ നോക്കണ്ടേ? ഈ മോനും ഈ മരുമോളും തന്നെ നോക്കണ്ടേ? മരുമോൻ നോക്കുമോ? മരുമോൻ്റെ അടുത്തേക്ക് പോയി നിൽക്കാൻ പറ്റുമോ? അതൊക്കെ പറ്റുന്ന കുടുംബങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ മോൻ്റെ ഒപ്പം നമ്മൾ നിൽക്കുന്നത്, ഈ നോക്കേണ്ടത് ഈ മരുമോളാണ്. അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ സ്നേഹിച്ച് സന്തോഷത്തോടെ നിന്ന് നോക്കിയേ, പൊന്നുപോലെ നോക്കൂലേ? എല്ലാ ഉമ്മമാരും ഇങ്ങനെയാണെന്നല്ലോട്ടെ ഞാൻ ഈ പറയുന്നത്. പലയിടങ്ങളിലും മരുമക്കൾ പടച്ചോനെ ഭയങ്കര പ്രയാസമാണ്. അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഉമ്മമാർ കിടന്നിങ്ങനെ പ്രയാസപ്പെടുകയാണ്. അതായത് ഇവളുടെ മുമ്പിൽ പോയി കൈ നീട്ടി നിൽക്കണം, എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ എല്ലാ പൈസയും മോൻ കൊണ്ടുവന്ന് കൊടുക്കണത് കെട്ടിയോ കടയിലാണ്. ഉമ്മാനെ തീരെ പരിഗണിക്കൂല, വാപ്പാനെ പരിഗണിക്കൂല. അങ്ങനെ ആകാൻ പാടില്ല. അത് മറ്റൊരു വിഷയമാണ്, അത് മറ്റൊരിക്കലും നമുക്ക് പറയാം. ഓക്കെ, അഞ്ചാമത്തേത്, അഭിപ്രായം ചോദിക്കേണ്ട ഘട്ടത്തിൽ അവളോടൊരു വാക്ക് ചോദിക്കൂല. കുടുംബത്തിൽ എല്ലാ വിഷയവും ഇപ്പോൾ അവളോട് ചോദിക്കണമെന്നില്ല, എന്നാൽ അവളോട് ചോദിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് അവളോട് ചോദിക്കൂല. അതായത് അവൾക്കൊരു ഒരു വിലയില്ല എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്ന ചില ഘട്ടങ്ങളുണ്ട്. അങ്ങനെയുള്ള ഉമ്മമാരുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. ആറാമത്തേത്, നിർണായകമായ തീരുമാനങ്ങൾ ചിലപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ അത് അവൾ അറിയിക്കില്ല. അവളെന്ന് അറിയണ്ട, അതങ്ങനെ അവൾ പോയിക്കോട്ടെ, അവൾക്കൊരു വിലയില്ല എന്ന് ഇങ്ങനെ പ്രത്യക്ഷത്തിൽ എല്ലാവരുടെ മുമ്പിൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ഉമ്മമാർ അത് ഭയങ്കര അസൂയുള്ളവരാണ്. അങ്ങനെ ആകരുത്. നിങ്ങളുടെ മകളാണ്, നിങ്ങളുടെ മോളാണത്, നിങ്ങളുടെ മകൻ്റെ ഭാര്യയാണത് അല്ലേ. അവളെ സന്തോഷിപ്പിച്ചാലാണ് നിങ്ങളുടെ മകന് സന്തോഷം ഉണ്ടാവുക, ആ ബോധ്യത്തിലുണ്ടാവുക. ഓക്കെ, ഏഴാമത്തേത്, യാത്രയിൽ ഒറ്റപ്പെടുത്തുന്ന ഉമ്മമാരുണ്ട്. ഉംറക്ക് പോയി ഒരു സഹോദരി കമൻറ്റ് ചെയ്താണ്, ഞാനും എൻ്റെ അമ്മായിമ്മയും കൂടെ ഉംറക്ക് പോയിട്ട് എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് വന്നിരിക്കൂല, എന്നെ കണ്ടാൽ മൈൻഡ് ചെയ്യൂല, ഭക്ഷണം കഴിക്കുമ്പോൾ പോലും എനിക്ക് തരൂല, എൻ്റെ കൂടെ ഇരിക്കില്ല, ഒറ്റക്ക് പോയി സുജൂദ് ചെയ്യുക, ഒറ്റക്ക് ഉംറക്ക് പോകുക, ഒറ്റക്ക് ഇങ്ങനെ നടക്കുക, ഞാൻ വിളിച്ചാലും വരൂല. എന്നോട് അത്രത്തോളം ഒരു വിരക്തി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ, നിങ്ങൾക്ക് ഒരു മനുഷ്യൻ്റെ സ്വഭാവം അറിയാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭം അത് യാത്രയിലാണ്. യാത്രയിൽ കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ഒരാളുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്ന, യാത്രയിൽ ഇങ്ങനെ അവഗണിക്കുന്ന അമ്മായിയമ്മമാരാണെങ്കിലെങ്കിൽ ഈ ഒരു ഇച്ചിരി കുശുമ്പും അസൂയൊക്കെ ഉള്ള ഒരു മരുമക്കളെ ഇഷ്ടമല്ലാത്ത ഉമ്മമാർ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കാര്യമില്ല, എന്നോട് ദേഷ്യം പിടിച്ചിട്ടും കാര്യമില്ല, ഈ സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങളിൽ അസൂയ ഉണ്ടെന്നാണ്. ആ അസൂയൊക്കെ മാറ്റി വെച്ചിട്ട് ഉമ്മായും മോളുമായി നോക്കിയാൽ ലൈഫ് അടിപൊളിയാവും. അതിൻ്റെ ഇടയിൽ കിടന്ന് നീറുന്ന മനുഷ്യന് നല്ല സമാധാനം കിട്ടും. ഓക്കെ അല്ലേ?
അപ്പോൾ ഇനി മുതൽ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇനി ഈ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരുപാട് ടിപ്സൊക്കെ ഉണ്ട്, നമുക്ക് പല വീഡിയോസിൽ പറയാം. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ലൈഫ് നല്ല മനോഹരമായ ലൈഫാക്കി തീർക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നത്തെ ചോദ്യം, അതായത് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച സമ്മാനം നൽകിയില്ലല്ലോ ഉസ്താദ് എന്ന്. അതിനുള്ള സമയം കിട്ടിയില്ല, ഇച്ചിരി തിരക്കിലായിപ്പോയി. അപ്പോൾ നമുക്ക് ഈ ആഴ്ച, ഈ കഴിഞ്ഞ ആഴ്ചത്തെയും ഈ ആഴ്ചത്തെയും കൂടെ രണ്ടും ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ട് നമുക്കൊരു പരിപാടി നടത്താം. അതിൽ നമുക്ക് 1000 2000 രൂപ സമ്മാനം, അതായത് 2 പേരെ സെലക്ട് ചെയ്തിട്ട് 1000 അങ്ങനെ നമുക്ക് സമ്മാനം കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്: ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയങ്കരൻ ഹിബ്ബു റസൂലില്ല എന്ന പേരിൽ അറിയപ്പെട്ട സ്വഹാബി ആരാണ്? ഹിബ്ബു റസൂലില്ല എന്ന പേരിൽ അറിയപ്പെട്ട സ്വഹാബി ആരാണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.